ശ്രീ ബി എ പ്രകാശ് കൂടി ചേരുകയാണ്. ശ്രീ ബി എ പ്രകാശ്, ഇപ്പോൾ നമുക്ക് ആദായ നികുതിയിൽ നിന്ന് തുടങ്ങാം അല്ലെ? ആദായ നികുതിയാണല്ലോ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ കണ്ണുനട്ടു കാത്തിരുന്ന ഒരു കാര്യം. പുതിയ ഘടനയിലേക്ക്, നികുതി ഘടനയിലേക്ക് വന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന്? അതായത് ഈ ആദായ നികുതിയിൽ കുറേ അധികം കൺസെഷൻസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് പല വിഭാഗം ആളുകൾക്കും ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ആദ്യത്തെ ഈ സ്ലാബിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ പിന്നീട് അതിൻ്റെ മൊത്തത്തിലുള്ള റേറ്റിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, ചില കൺസെഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇത് ഈ ആദ്യ പടിയിലുള്ള ആദ്യ സ്ലാബിലുള്ള ഇൻകം ടാക്സ് പേയേഴ്സിന് കുറെ കൂടെ ഒരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള പല വിഭാഗത്തിലും പൊതുവിൽ ഈ ആദായ നികുതിയുടെ കാര്യത്തിൽ കുറച്ചൊരു അനുകൂലമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പൊതുവിൽ മൊത്തത്തിലത് ഒരു അനുകൂലമായി ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മുമ്പ് നിലനിന്നിരുന്ന സിസ്റ്റവും ഇപ്പോഴത്തെ സിസ്റ്റവും തമ്മിലൊരു വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ആ വ്യത്യാസം തീർച്ചയായിട്ടും പല മേഖലകൾക്കും അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. ഈ പുതിയ ആദായ നികുതി സ്കീമിലേക്ക് കൂടുതൽ ആളുകൾ എത്തും അല്ലെ? അത് പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഫലം കാണും. തീർച്ചയായിട്ടും അത് ആ റേറ്റ് കുറച്ചുകൂടെ കുറയ്ക്കുകയും അതിൻ്റെ ബേസ് കൂട്ടുകയും ചെയ്യുന്ന ചില പ്രഖ്യാപനങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ബി എ പ്രകാശ്, ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. നമുക്കറിയാവുന്നതാണ്, അതിന് തെരഞ്ഞെടുപ്പ് അടക്കം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം സർക്കാരിന് വലിയ തോതിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ഘടകങ്ങൾ പലത് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ എത്രത്തോളം ഗുണകരമാക്കും? ഒന്ന്, ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് 5 സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഏതാണ്ട് 1.52 ലക്ഷം കോടിയാണ് കാർഷിക മേഖലയിലേക്ക് വകയിരുത്തിയിരിക്കുന്നത് സർക്കാർ ഈ ബജറ്റിലൂടെ. തീർച്ചയായിട്ടും, അതായത് ഈ കാർഷിക മേഖലയിൽ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില നടപടികൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു നടപടികളാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില സ്കീംസൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കാർഷിക മേഖലയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകരിൽ ഏതാണ്ട് 40% മാർജിനൽ സ്മോൾ ഫാർമേഴ്സാണ്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള ഭൂമിയുടെ അളവ് അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ സൈസ് വളരെ കുറവാണ്. അതിൽ നിന്നൊരു വലിയൊരു ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ് കാർഷിക മേഖലയിലെ ഒരു അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ആ പ്രശ്നങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള വേറൊരു കാര്യം, ഈ കൃഷിക്കാരെക്കാളും കൂടുതൽ കർഷക തൊഴിലാളികളാണുള്ളത്. അപ്പോൾ അവർക്ക് എന്താനുകൂല്യങ്ങളാണ് കിട്ടുന്നത്? അങ്ങനെ ഈ കാർഷിക മേഖലയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള അഗ്രികൾച്ചർ ലേബറേഴ്സ്, അതോടൊപ്പം തന്നെ ഈ ചെറുകിട മാർജിനൽ കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ സ്മാൾ ഫാർമേഴ്സ്, അവർക്കൊക്കെ വലിയൊരു ആനുകൂല്യം കിട്ടുന്ന നടപടികൾ ഉണ്ടോ എന്ന് സംശയമാണ് ഇതിനകത്ത്. ഇപ്പോൾ GST നികുതി ഘടന കൂടുതൽ ലഘൂകരിക്കുമെന്നൊരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളം അടക്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GST വരുമാനക്കുറവ് പരിഹരിക്കാൻ അതിൻ്റെ ഒരു അനുപാതം 60.40 പുനഃക്രമീകരിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആവർത്തിച്ച് ബീഹാർ, ആന്ധ്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജുകളും പദവികളും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിനൊരു പ്രത്യേക പാക്കേജ്, ഏതാണ്ട് 24,000 കോടിയുടെ പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തെങ്കിലും ഒന്ന് ഈ ബജറ്റിൽ കേട്ടതായി ഓർമ്മയില്ല ശ്രീ ബി എ പ്രകാശ്. അല്ല, ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് പിന്നെ പ്ലാൻ ഗ്രാൻറ്റും മറ്റ് സഹായങ്ങളും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊരു നോമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്നിപ്പോൾ ഉള്ളത്. കാരണം മുമ്പ് ഈ BJP സർക്കാർ വരുന്നതിന് മുമ്പ് 2 സംവിധാനങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് ഈ പണം കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ വഴിയുള്ള ട്രാൻസ്ഫർ, അതായത് കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ രണ്ടാമത് ഒരു പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സെൻട്രൽ പ്രോജക്ട്സ്, അതോടൊപ്പം തന്നെ മറ്റ് സെൻട്രൽ ഈ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന എല്ലാത്തിനും ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ ശുപാർശ അനുസരിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്.
ഇപ്പോൾ ഈ BJP സർക്കാർ വന്നതോടുകൂടി ആ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാവുകയും ആ സംവിധാനം ഇല്ലാകുകയും സർക്കാർ, കേന്ദ്ര സർക്കാർ അവർക്ക് തോന്നിയ ദിവസം പോലെ കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇതാണ്. ചില സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ആന്ധ്രയോ അല്ലെങ്കിൽ ബീഹാറോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഗ്രാൻറ്റുകളൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുകയില്ലേ? ഇതിനേക്കാളും എത്രയും മോശപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ? അവർക്ക് എന്തെങ്കിലും ഗ്രാൻറ്റ് പ്രഖ്യാപിച്ചോ? അല്ലെങ്കിൽ ആ ഗ്രാൻറ്റ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാനദണ്ഡമുണ്ടോ? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിന് മുമ്പുണ്ടായിരുന്ന പോലുള്ള ഒരു സംവിധാനം, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പോലുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ആവശ്യമാണ്. അവരുടെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രോജക്റ്റുകളും ഗ്രാൻറ്റുകളും അതോടൊപ്പം തന്നെ ബൾക്ക് വികസന സഹായം കൊടുക്കേണ്ടത്. അല്ലാതെ അഡ്ഹോക്കായിട്ട് വെറും ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രവണതയല്ല. ഈ ബഡ്ജറ്റിൽ ആ തരത്തിലുള്ള